ശ്രുതി ഹെവനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒരു കഷ്ണം വെള്ളരിക്ക, പിന്നെ ഒരു 6-7 മാങ്ങ, ചെറിയ മാങ്ങ അല്ലേ, ഞങ്ങളവിടേക്കൊക്കെ മുട്ടിക്കുടി എന്ന് പറയും. ഏത് മാങ്ങ കൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ ചെറിയ മാങ്ങ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ല സ്വാദുണ്ടാവുക. അങ്ങനെ ഞങ്ങൾ ചെറിയ മാങ്ങയാണിത്. പിന്നെ അതിലേക്ക് വേണ്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കടുക്, നല്ല ജീരകം, തൈര്, ഒരു കഷ്ണം ശർക്കര, പിന്നെ തേങ്ങ, ഒരു 1.5 മുറി തേങ്ങ ഉണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് ആദ്യം വേവിക്കാനുള്ള സാധനങ്ങൾ ചട്ടിയിലിടാം. ആദ്യം വെള്ളരിക്ക ഇട്ട് കൊടുക്കാം, പിന്നെ മാങ്ങ ഇട്ട് കൊടുക്കുക, മാങ്ങ ഇട്ട് കൊടുക്കാം, 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം, പച്ചമുളക്, കറിവേപ്പില ഒരു നുള്ള്, നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളകും പൊടി 2 ടീസ്പൂണ്, ചെറിയ ടീസ്പൂണിന് 2 ടീസ്പൂണ്. നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഇപ്പം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി മാങ്ങയും വെള്ളരിക്കൊക്കെ നന്നായി വെന്ത് വരട്ടെ, ബാക്കി പിന്നെ കാണിക്കാം. ഇപ്പം മാങ്ങയും വെള്ളരിക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അധികം പൊടിയില്ലാത്ത 1 കപ്പ് തൈര് ഒഴിക്കുക. തൈര് ഒഴിച്ച് കൊടുക്കാം. പിന്നെ വലിയ ഒരച്ച് ശർക്കര വെച്ചെങ്കിൽ അതിൻ്റെ പകുതി ശർക്കര ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി തൈരൊക്കെ ഒന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള തേങ്ങ അരയ്ക്കാം. അതിന് വേണ്ടത് എന്തൊക്കെയാണ് നോക്കാം. തേങ്ങ അരയ്ക്കാനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് നല്ല ജീരകം, 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ നന്നായി അരച്ചിട്ടുണ്ട്. അത് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലൊന്ന് തിളക്കട്ടെ. തേങ്ങ വലുതാച്ചെങ്കിൽ 1 മുറി എടുക്കുക, ചെറുതാച്ചെങ്കിൽ ഒരു 1.5 മുറി എടുക്കുക. ഇത്ര തേങ്ങ. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി തയ്യാറായി. സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി അതിലേക്ക് വറവിടാനുള്ളത് നോക്കാം. വറവിടാം നമുക്ക്. വറവിടാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് നമുക്ക് ഉലുവ ഇടാം. ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി വന്നാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കിത് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം. ഒഴിക്കാം. അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി തയ്യാറായി.
നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് നോക്കുക, എൻ്റെ അഭിപ്രായം അറിയിക്കുക. ഇത് ഇന്നല്ല ഇതിൻ്റെ രുചി, നാളേക്കാണ് ഈ മാമ്പഴ പുളിശ്ശേരിയുടെ രുചി. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഈ കറി വെച്ച് നോക്കുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.